വിടമാട്ടെ വിടമാട്ടെ. ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഒരു കാരിക്കേച്ചർ വരയ്ക്കാം. ഞാനിന്ന് കുറേ നാളായി വരയ്ക്കണം എന്ന് വിചാരിച്ചതാണ് കാരിക്കേച്ചർ ശോഭനേര. അങ്ങനെ സ്കെച്ചിങ്ങൊക്കെ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം ഔട്ട്ലൈനൊക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന പെൻസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേബർ കാസ്റ്റലിൻ്റെ 36 ഷെയ്ഡ് വരുന്ന ഒരു കളർ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് നാളായി ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആദ്യം ഞാൻ സാധാരണ പെൻസിലൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടിയും നല്ല പ്രൊഫഷണലായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ പെൻസിൽ യൂസ് ചെയ്ത് 2-3 ചേട്ടന്മാരുടെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വരയ്ക്കുന്ന ചേട്ടന്മാരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ ഈ പെൻസിൽ വാങ്ങിയത്. നല്ല യൂസാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും ഫോണിലും കാണില്ലേ കുറേ റെഫറൻസ് ആയിട്ടുള്ള പിക്ചേഴ്സുകൾ. നമ്മൾ വരയ്ക്കണമെന്ന് ആഗ്രഹിച്ച് കുറേ റെഫറൻസ് പിക്ചേഴ്സുകൾ നമ്മുടെ ഫോണുകളുണ്ടാവും. അങ്ങനെ ഒരു പിക്ചറായിരുന്നു കേട്ടോ ഈ ശോഭനേര ഈ കാരിക്കേച്ചറിൻ്റെ. അത് ഞാനിങ്ങനെ കാരിക്കേച്ചർ വരയ്ക്കണേ, എന്തെങ്കിലും ഒരു കാരിക്കേച്ചർ ട്രൈ ചെയ്യണം എന്ന് ഓർത്തിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ശോഭനേര ഒരു കാരിക്കേച്ചറിൻ്റെ ഡിജിറ്റൽ വേർഷനാണ് അത് ഞാൻ കണ്ടത്. ഗൂഗിളിൽ നിന്ന് എടുത്തതാണ്. ഞാൻ കൂടുതൽ റെഫറൻസ് എടുക്കുക ഗൂഗിൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇങ്ങനെ ആരെങ്കിലും വരച്ചതൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. കുറേ അങ്ങനെ റെഫറൻസ് സ്ക്രീൻഷോട്ടുകൾ ഫോണിലുണ്ട്. അതിൽ ഓരോന്നായിട്ട് ഇനി ട്രൈ ചെയ്യണം. അങ്ങനെ ഒരു ട്രൈങ് മെറ്റീരിയലാണ് ഈ ശോഭനേര. എത്രത്തോളം ശരിയായിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ കുറേ നാളായി ഇപ്പോൾ വരച്ചിട്ട് അങ്ങനെ ട്രൈ ഔട്ട് ചെയ്തതാണ്. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ എനിക്കെന്തോ കാരിക്കേച്ചർ സാധാരണ പിക്ചറേക്കാളും കാരിക്കേച്ചർ പിക്ചറിനൊക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷെ ട്രൈ ചെയ്യാനൊരു പേടിയായിരുന്നു. ഞാൻ മണിച്ചിത്രത്താഴിൻ്റെ ഉള്ള ഒരു ക്യാരക്ടറില്ലേ പപ്പു, ആളുടെയാണ് കാരിക്കേച്ചർ ഞാൻ വരച്ചിട്ടുള്ളത്. മുന്നേ ഞാൻ വരച്ചു തരുന്നത് അത് ഷോർട്ട് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ ഇതിപ്പോൾ 2ാമത്തെയാണ് ഞാൻ വരയ്ക്കുന്നത്. ഇങ്ങനെ കാരിക്കേച്ചർ വരയ്ക്കാൻ എനിക്കൊരു പേടി പോലെയായിരുന്നു. ഇത് ട്രൈ ഔട്ട് ചെയ്ത് തെറ്റിപ്പോവോ. പക്ഷേ പപ്പുവിൻ്റെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ എനിക്ക് വരയ്ക്കുമ്പോഴായാലും നമുക്ക് എന്തെങ്കിലും ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ നമുക്ക് തോന്നില്ല, നമുക്കുള്ളിൽ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു അങ്ങനെ ഒരു പിക്ചറായിരുന്നു പപ്പുവിൻ്റെയും. ഇപ്പോൾ ഇത് വരച്ച് കഴിഞ്ഞപ്പോഴായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് വരച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫിനിഷിങ് ടച്ച് എനിക്ക് കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം വരയ്ക്കുമ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ വരയ്ക്കുമ്പോഴാണ് ഞാൻ വരയ്ക്കുമ്പോൾ എപ്പോഴും പാട്ടൊക്കെ വെച്ചിട്ട് നല്ല ആ ഒരു മൂഡിലാണ് വരയ്ക്കുക. അപ്പോൾ ഞാൻ ഈ ശോഭനേര ഈ കാരിക്കേച്ചർ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ടി-വിയിലോ നമ്മൾ ഇതിൻ്റെ മ്യൂസിക് ഇടും. അപ്പം ഇങ്ങനെ കേട്ടുകൊണ്ട് വരയ്ക്കാൻ നല്ലൊരു സുഖമാണ്. അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ചത് നമുക്ക് ഈ ചെറുപ്പത്തിലൊക്കെ ഈ ക്യാരക്ടറിനെ എന്തൊരു പേടിയായിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. നിങ്ങൾക്ക് പേടിയുണ്ടായിരുന്നില്ലേ നാഗവല്ലീനെ? എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ പണ്ടൊക്കെ. ഇപ്പോഴും കാണുമ്പോഴും ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു എവർഗ്രീൻ ഫിലിമല്ലേ, കാണാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. നമുക്ക് പണ്ടത്തെ ഫിലിമൊക്കെ കാണണമെന്ന് തോന്നിയ ആ ഒരു ലിസ്റ്റിലുള്ള സിനിമയാണ് മണിച്ചിത്രത്താഴ്. എനിക്കിഷ്ടമാണ് ഈ സിനിമ. അങ്ങനെ ഇപ്പം ഇതിലുള്ള ക്യാരക്ടേഴ്സും അല്ല നമ്മൾ ഒരിക്കലും ഇങ്ങനെ മറക്കില്ല. പപ്പു ആയാലും ഡോക്ടർ സണ്ണി ആയാലും നാഗവല്ലി ആയാലും രാമനാഥൻ, എന്ത് രസമല്ലേ ഈ സിനിമ. ഓരോ ക്യാരക്ടേഴ്സും അടിപൊളിയാണ്. അങ്ങനെ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി ഞാൻ. എല്ലാവർക്കും ഈ പിക്ചർ നാഗവല്ലിയായിട്ട് തോന്നുന്നില്ലേ? എനിക്കും പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായവും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ഒക്കെ പറയാം. 150 വർഷങ്ങൾക്ക് മുമ്പാ നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. രാമനാഥന്റെ പേരുള്ള ഒരു നൃത്തക്കാരനുമായിട്ട്. കാർന്നോരെങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു.
അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നോരെ നമ്മുടെ തെക്കിനിലിട്ട് വെട്ടിക്കൊന്നു കളഞ്ഞു.